ഈ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഫ്രാൻസിസ് ജോർജ് പാർട്ടിയിൽ നിന്ന് അകന്നു പോവുകയും സ്വന്തമായി ഒരു പാർട്ടി രൂപീകരിക്കുകയും പിന്നീട് മടങ്ങിയെത്തുകയും ചെയ്ത കാര്യം ശ്രീജിത്ത് സൂചിപ്പിച്ചു കഴിഞ്ഞു. കേരള കോൺഗ്രസിനുണ്ടാകുന്ന അപകടം എന്നത് ഇപ്പോൾ കെ എം മാണി പണ്ടൊരിക്കൽ പറഞ്ഞിരുന്നു, വളരും തോറും പിളരും തോറും വളരും എന്നൊക്കെയാണ് പറയാറുള്ളത്. എങ്കിൽ പോലും ഈ അടുത്ത കാലത്തൊക്കെ പരിശോധിക്കുമ്പോൾ ഈ ചെറു പാർട്ടികൾ എന്നത് ഒരുമിച്ച് നിന്നില്ല എങ്കിൽ വലിയ നേട്ടമുണ്ടാക്കാൻ പറ്റില്ല എന്ന ഒരു യാഥാർത്ഥ്യ ബോധത്തെ ഉൾക്കൊള്ളുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പലരും ഇടഞ്ഞു നിന്നവരെല്ലാം ഓരോ മുന്നണിയുടെ പ്രബല മുന്നണിയുടെ ഭാഗമാവുകയും ഗ്രൂപ്പിൻ്റെ ഭാഗമാവുകയും ഒക്കെ ചെയ്ത് മടങ്ങിയെത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ ജോസഫ് ഗ്രൂപ്പിലും ഇനിയൊരു പടലപ്പിണക്കമുണ്ടായാൽ ആ പാർട്ടി പിളരുകയോ അത്തരം സാധ്യതകൾ ഉണ്ടായാലോ കൂടുതൽ ദുർബലമാകുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്. അതല്ല എങ്കിൽ പിന്നെ മറുചേരിയിലേക്ക് കയറിക്കൂടുക എന്നതാണ്. അങ്ങനെ കൂടി കയറിയാൽ പോലും ഒരു കൃത്യമായൊരു ഇടം ലഭിക്കുമോ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റുമോ, ഇത്തരം സാഹചര്യമൊക്കെ ഇല്ലേ ശ്രീജിത്ത്? തീർച്ചയായും അഭിലാഷ്, ഇത്തരം സാഹചര്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഫലത്തിൽ കേരള കോൺഗ്രസിൻ ജോസഫ് ഗ്രൂപ്പിന്റെ ഒരു നേതൃനിര പരിശോധിച്ചാൽ ഒരുപക്ഷെ പി ജെ ജോസഫ്, അത് പി സി തോമസ്, ഇപ്പുറത്ത് മോഹൻ ജോസഫ്, ഫ്രാൻസിസ് ജോർജ്. ഇതിൽ ഫ്രാൻസിസ് ജോർജാണ് ഒരു ഘട്ടത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നത്. അത് ഫ്രാൻസിസ് ജോർജ് മാത്രമല്ല, ഇപ്പുറത്ത് ജോണി നെല്ലൂരിനെ പോലുള്ള നേതാക്കളുടെയും പേരുണ്ട്. അത് 1-2 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. ഇതിനെ തുടർന്ന് നിർജീവമായി മാറി നിന്നിരുന്നു ജോണി നെല്ലൂർ ഉൾപ്പെടെയുള്ള നേതാക്കൾ. അങ്ങനെയുള്ള ജോണി നെല്ലൂർ പിന്നീട് കേരള കോൺഗ്രസ് എമ്മിനൊപ്പം ചേരുകയും ചെയ്തു. അതായത് പിളർപ്പിനുള്ള സാധ്യത ഫലത്തിൽ അവിടെ പാർട്ടി വിട്ടതോടുകൂടി തന്നെ ഫലത്തിൽ അവിടെ അവസാനിക്കുകയാണ്. പിന്നീടുള്ള ഒരാൾ, ഇതിൽ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട, പരാതികൾ പരിഹരിക്കേണ്ട ഒരാൾ ഒരു പരിധിവരെ ഫ്രാൻസിസ് ജോർജ് ആയിരുന്നു. ഫ്രാൻസിസ് ജോർജിനെ കൃത്യമായി ഒരു സ്ഥാനം നൽകി, ലോക്സഭാ സീറ്റ് തന്നെ നൽകി. അതായത് പല ഘട്ടത്തിലും ജോസഫ് ഗ്രൂപ്പ് വിട്ടുപോവുകയും അതിൻ്റെ നിലപാടുകൾക്കെതിരെയൊക്കെ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോയ ഫ്രാൻസിസ് ജോർജിന് ഇപ്പുറത്തെത്തിയപ്പോൾ കോട്ടയം സീറ്റ് തന്നെ നൽകിക്കൊണ്ട് വലിയൊരു പരിഗണന പി ജെ ജോസഫ് നൽകി. അങ്ങനെ ഫലത്തിൽ മോൻസ് ജോസഫ് അല്ലെങ്കിൽ ഫ്രാൻസിസ് ജോർജിനെ പോലുള്ള നേതാക്കളൊക്കെ പരിഗണിക്കപ്പെട്ട പട്ടികയിലാണ് ഉള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരാളെ ഇപ്പോൾ കേരള കോൺഗ്രസ് എന്ന പേര് തന്നെ കിട്ടാൻ കാരണമായത് പി സി തോമസിനാണ്. പി സി തോമസിന്റെ കാര്യം ഇനിയും വ്യക്തമല്ല. ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ചില സീറ്റുകൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലേക്കൊക്കെ എത്താൻ കഴിയുമോ എന്നുള്ള ചർച്ചകൾ ഇനിയും ബാക്കിയാണ്, ഇനിയും സംഭവിക്കേണ്ടതാണ് ഒരു പരിധിവരെ. അതുകൊണ്ട് തന്നെ ഈ നേതൃനിരയിലുള്ളവർക്കിടയിൽ പല പരാതികൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതെല്ലാം നേരത്തെ പരിഹരിച്ച ശേഷമാണ് ഇവരെ ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതിയാണ്. അവിടേക്ക് അബു ജോസഫിനെ കൂടി പി ജെ ജോസഫ് ചേർത്ത് വെക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണെങ്കിലും ഫ്രാൻസിസ് ജോർജിന് വേണ്ടി വളരെ കാര്യമായി പ്രവർത്തനങ്ങൾ നടത്തിയ ഒരാളാണ് അബു ജോസഫ്. അങ്ങനെ സംസ്ഥാനത്ത് ആകെ നടന്നുകൊണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലടക്കം അബുവിൻ്റെ ഒരു റോള് ഫലത്തിലുണ്ട്. ഇപ്പുറത്തെ പി ജെ ജോസഫ് അനാരോഗ്യം മൂലം പല പരിപാടികൾക്കും പോകാതെ വന്നതോടെ തൊടുപുഴയിലും അദ്ദേഹം സജീവമാണ്. പരിപാടികൾക്കെല്ലാം ഒരുപക്ഷെ കാര്യമായി തന്നെ പങ്കെടുത്തുകൊണ്ട് ആ മണ്ഡലത്തിൽ തൊട്ടടുത്ത് മത്സരിക്കാനുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ വിസിബിളാണ് എന്നുള്ളതാണ് തൊടുപുഴയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരവും. പക്ഷേ ഇതിൽ ചില പ്രാദേശിക നേതാക്കളുടെ എതിർപ്പുണ്ട്. തൊട്ടടുത്ത് പി ജെ ജോസഫിന് ശേഷം അബുവിന് തന്നെ സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ചില കൗൺസിലർമാർക്കിടയിലൊക്കെ ചില അതൃപ്തികളുണ്ട് എന്ന് പറയേണ്ടി വരും. പക്ഷെ അതൊക്കെ അവിടെ പ്രാദേശികമായി തീരുന്നതാണ്. അതിനപ്പുറത്തേക്ക് സംസ്ഥാന ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു നിലയിലേക്കുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല. ഒരു പരിധിവരെ പി ജെ ജോസഫ് വലിയ നേട്ടമുണ്ടാക്കി കൊടുത്ത മണ്ഡലമാണ് തൊടുപുഴ എന്ന് പറയുന്നത്. അവിടെ ജോസഫിന് അത്രയും ആഴങ്ങളിൽ ബന്ധങ്ങൾ ഉണ്ട്. അത് അബു തുടരുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അത് എളുപ്പമാണെന്ന് അവർ കരുതുന്നു. അവരുടെ ഒരു കണക്കുകൂട്ടലും അങ്ങനെ തന്നെയാണ്. അതായത് ഇപ്പോൾ നമുക്കറിയാം പല കാർഷിക വിഷയങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ തൊടുപുഴയുടെ ഒരു പ്രത്യേകത നമുക്കറിയാം. അതൊരു കാർഷിക മേഖല കൂടിയാണ്, മലയോര പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശം കൂടിയാണ്. എന്നാൽ തൊടുപുഴ എന്നത് ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രവുമാണ്. അവിടെ പി ജെ ജോസഫിനെ പോലെയുള്ള ഒരു നേതാവ് പതിറ്റാണ്ടുകളായി ജനങ്ങൾക്കിടയിൽ പുലർത്തുന്ന ബന്ധം, കർഷകർക്കിടയിലെ അദ്ദേഹത്തിൻ്റെ സ്വാധീനം നമുക്കറിയാമല്ലോ. ഇപ്പോൾ പി ജെ ജോസഫിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ തൊഴുത്ത് പോലും ഒരു കാലഘട്ടത്തിലൊക്കെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു. അദ്ദേഹത്തിന് ഈ കന്നുകാലികളോടുള്ള സ്നേഹം, അങ്ങനെ ശരിക്കും ഒരു കാർഷിക പശ്ചാത്തലം എന്നൊക്കെ പറയാം. ഏതാണ്ട് അതേ പശ്ചാത്തലമൊക്കെ പിന്തുടരുകയും ചെയ്യുന്നുണ്ട് അപ്പു. ഏതാണ്ട് അതേ തരത്തിൽ തന്നെയുള്ള ഒരു സമീപനമൊക്കെ അവിടുത്തെ ജനങ്ങളോടും പുലർത്തുന്നുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണല്ലോ ഇതിലേറ്റവും പ്രധാനപ്പെട്ടതും ശ്രീജിത്ത്. ഈ അപ്പു അല്ല എങ്കിൽ പിന്നെ ആര് എന്നതിന് ഒരു പക്ഷേ പല പേരുകളും ഉണ്ടാകാം. എങ്കിൽ പോലും അബു എന്നത് കൃത്യമായൊരു ഓപ്ഷൻ എന്ന നിലയിൽ കൂടി
ഈ കേരള കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ടോ? അത് ജോസഫിൻ്റെ മാത്രം ആഗ്രഹം എന്നതിനപ്പുറത്ത് ഈ ചെറിയ ഇടച്ചിലുകളും കൗൺസിലർമാരുടെ വിമർശനങ്ങളും ഒക്കെ മാറ്റി നിർത്തിയാൽ അങ്ങനെയുള്ള മറുവിഭാഗവും ഉണ്ടല്ലോ. തീർച്ചയായും അഭിലാഷ്, ഒരു പരിധിവരെ കേവലം ഇത് പി ജെ ജോസഫിന്റെ താല്പര്യം എന്നുള്ളതിനപ്പുറത്തേക്ക് അബു ജോസഫ് സജീവ രാഷ്ട്രീയത്തിലേക്ക് വരണം, അത് ഒരു തുടർച്ച ഉണ്ടാകണം എന്ന് ആ പാർട്ടിയിലുള്ള പല നേതാക്കളും ആഗ്രഹിച്ചിരുന്നതുമാണ്. അതിനാണ് കുറച്ച് വർഷങ്ങളായി തന്നെ അബു സജീവമാകുകയും ചെയ്തത്. കോർഡിനേറ്റർ എന്ന പദവി സമീപകാലത്ത് ഈ മോൻസ് ജോസഫിനൊക്കെ പദവി കൊടുത്ത സമയത്താണ് അത്തരം പദവിയിലേക്കൊക്കെ അദ്ദേഹം എത്തുകയും ചെയ്തിട്ടുള്ളത്. പി ജെ ജോസഫുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊടുപുഴയ്ക്ക് വലിയ ആത്മബന്ധമുണ്ട്. ഒരു ഘട്ടത്തിൽ പാലായിലെ വികസനവും തൊടുപുഴയിലെ വികസനവുമാണ് താരതമ്യം ചെയ്തുകൊണ്ടിരുന്നത്. ഒരു പരിധിവരെ തൊടുപുഴ നഗരം വളരെ വേഗത്തിൽ വികസിക്കുന്നു, വലിയ ബൈപ്പാസുകൾ വരുന്നു. ആ ഘട്ടത്തിൽ പാലായിൽ ബൈപ്പാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത്തരത്തിൽ താരതമ്യം ചെയ്യപ്പോലും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ തൊടുപുഴയുടെ ഒരു കാർഷിക മേഖലയിൽ ഇടപെടുക, പല പരിപാടികൾ നടത്തി ഇടപെടുക എന്നുള്ളതിനപ്പുറത്തേക്ക് നഗരവികസനത്തിലടക്കം പി ജെ ജോസഫിന്റെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതായി അവിടെ ഉയർന്നു വരുന്നുണ്ട്. അതിൻ്റെ ഒരു അങ്ങനെ ഒരു ബന്ധം തൊടുപുഴയും പി ജെ ജോസഫും തമ്മിൽ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഫലത്തിൽ അബു അവതരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. നേരത്തെ അഭിലാഷ് ചൂണ്ടിക്കാണിച്ച ഒരു കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ ഒരു രാഷ്ട്രീയക്കാർ, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന രാഷ്ട്രീയക്കാർ വളരെ അപൂർവം രാഷ്ട്രീയക്കാരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചില നേതാക്കളൊക്കെ ഉണ്ട്, പക്ഷേ അവരെ പോലെയൊക്കെയുള്ള എന്നാൽ കൃഷിയോടൊക്കെ വളരെ താല്പര്യം കാണിക്കുന്ന ഒരു സാധാരണക്കാരനെ പോലെ പെരുമാറുന്ന ഒരു നേതാവ് എന്ന നിലയിലാണ് ആ മണ്ഡലത്തിൽ നിന്ന് പലപ്പോഴും പി ജെ ജോസഫിന്റെ ഈ കാലിത്തൊഴുത്ത് നേരത്തെ അഭിലാഷ് ചൂണ്ടിക്കാണിച്ച വാർത്തകൾ പോലുള്ളവയൊക്കെ പുറത്തു വരികയും ചെയ്തത്. എന്തായാലും ഇത് അതുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, വ്യക്തിപരമായ പ്രവർത്തനങ്ങൾ, ഇതിലെല്ലാം ഒരു തുടർച്ച അബു ഇപ്പോൾ ഫലത്തിൽ അതിലൊക്കെ ഇടപെടുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അബുവിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുക, അവിടെ വിജയിച്ചെടുക്കുക. കേരള കോൺഗ്രസിന്റെ ഒരു ചരിത്രം അങ്ങനെ തന്നെ ഒരു പരിധിവരെ അങ്ങനെയാണല്ലോ അഭിലാഷ്. ഈ നേതാക്കളുടെ മക്കൾ രാഷ്ട്രീയത്തിലേക്ക് വരിക അത്രയും സാധാരണമാണ്. അവിടെ ഒരു മക്കൾ രാഷ്ട്രീയം എന്നുള്ള ചർച്ചയൊന്നും ഫലത്തിൽ നടക്കാറ് പോലും. ഇപ്പോൾ ഓരോരുത്തരുടെ പേരെടുത്താലും ഫ്രാൻസിസ് ജോർജ് ആയിക്കോട്ടെ, ഇപ്പുറത്ത് ജോസ് കെ മാണി ആയിക്കോട്ടെ, അങ്ങനെ ഓരോ നേതാക്കളുടെയും ഒരു ചരിത്രം, ഒരു മുൻ തലമുറ ഒരു പക്ഷേ പാർട്ടിക്കാരൊക്കെ തന്നെ നേതാക്കളോ അല്ലെങ്കിൽ പ്രവർത്തകരോ ഒക്കെ ആയിരുന്നവരാണ്. അതല്ലാതുള്ളവർ അപൂർവം ആളുകളാണ് എന്നുള്ളതാണ് നമുക്ക് എടുത്ത് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ ജോർജ് പൊടിപ്പാറ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതൊരു സാധാരണമായി ഓർഗാനിക്കായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതൊരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഫലത്തിൽ വരുമ്പോൾ അബു അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നു. പി ജെ ജോസഫ് നേരത്തെ അഭിലാഷൊക്കെ പറഞ്ഞ പോലെ സജീവമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറുന്നു. ഒരു ഘട്ടത്തിൽ നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പി ജെ ജോസഫ് ചെയർമാൻ പദവിയിൽ തുടരുമെന്ന് തന്നെയാണ് നമുക്ക് പാർട്ടിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ സാഗർ കൂടിയുണ്ട് തൊടുപുഴയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി. സാഗർ, ഇതിപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ തൊടുപുഴ എന്ന പേരിന്, ആ തൊടുപുഴ എന്ന നാമം അല്ലെങ്കിൽ ആ സ്ഥലപ്പേരിൽ ഏറ്റവും അധികം അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഓർമ്മയിലേക്ക് വരുന്ന രാഷ്ട്രീയ നേതാവ് എന്നത് പി ജെ ജോസഫ് തന്നെയാണ്. അതല്ലെങ്കിൽ പി ടി തോമസിനെ പോലെയുള്ള ആളുകളും ഒരു പക്ഷേ ആ തൊടുപുഴയുമായി ചേർത്ത് വെച്ചുകൊണ്ട് അടയാളപ്പെടുത്തുന്ന ആളുകൾ തന്നെയാണ്. പക്ഷേ പി ജെ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പതിറ്റാണ്ടുകളായ ആളുകളുമായി പുലർത്തുന്ന ആത്മബന്ധം ഉണ്ട്. ഒരു ജനപ്രതിനിധി എന്ന നിലയിലുള്ള ബന്ധങ്ങളുണ്ട്. അതിനപ്പുറത്ത് നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തൊടുപുഴയുടെ ഒരു വികസനത്തിന്, അതിവേഗം വികസനം, പ്രത്യേകിച്ച് അതൊരു മലയോര പ്രദേശമാണ്, ഇടുക്കി ജില്ലയുടെ ഭാഗമാണ്. അവിടുത്തെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായി തൊടുപുഴയുടെ വളർച്ച എന്നത് മറ്റു പല പ്രദേശങ്ങളെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിവേഗവുമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം പി ജെ ജോസഫിന് അനുകൂലമായി നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ആര് ജയിക്കുന്നു തോൽക്കുന്നു എന്നുള്ളതാണല്ലോ പ്രധാനം. മാത്രവുമല്ല, ഏത് മുന്നണിയുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണെങ്കിലും സമ്മർദ്ദം ചെലുത്തണമെങ്കിൽ അവർ മത്സരിപ്പിക്കുന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കാൻ ആ ചെറു രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കുകയും വേണം. അങ്ങനെ നോക്കുമ്പോൾ അപ്പു എന്ന പി ജെ ജോസഫിൻ്റെ മകൻ ഈ തൊടുപുഴ മണ്ഡലത്തിൽ എത്രത്തോളം സജീവമാണ്? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്പു അവിടെ സ്ഥാനാർത്ഥിയായി എത്തുവാനുള്ള സാധ്യത പൊതുവെ ആ മണ്ഡലത്തിലുള്ളവർ നിരീക്ഷിക്കുന്നുണ്ടോ സാഗർ? യെസ്, സാഗറിലേക്ക് വരാം. സജിത്ത് കൂടി ചേരുന്നുണ്ട് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന്. സജിത്ത്, ഒരു ഭാഗത്ത് ഈ കേരള കോൺഗ്രസുകൾ ഒരുമിച്ച് നിൽക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുമായി ബന്ധപ്പെട്ട് KPCCക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന് ചില ആലോചനകളുണ്ടായിരുന്നു. KPCC അധ്യക്ഷൻ തന്നെ അതുമായി ബന്ധപ്പെട്ട് ചില നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ കേരള കോൺഗ്രസിന് അടുത്ത തെരഞ്ഞെടുപ്പിലും ഒരു പ്രാധാന്യമുണ്ട്, ഒരു റോളുണ്ട് എന്നതിലൊന്നും ഒരു തർക്കവുമില്ല. അത് എത്രത്തോളം
ശക്തമാകും എന്നത് അവർ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുക. ഇവിടെ ഇതാ ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ